discuss about the topic emerging issues of European Union. It is the content page. Introduction. European Union is a political and economic union of 27 countries. യൂറോപ്യൻ യൂണിയൻ്റെ മെമ്പർ കൺട്രീസായ 27 മെമ്പർ കൺട്രീസിലുള്ള എക്കണോമിക്കായിട്ടുള്ളതും അതുപോലെ പൊളിറ്റിക്കും ആയിട്ടുള്ള യൂണിയനാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. ഇത് 1993 മാസ്ട്രിച്ച് ട്രീറ്റി വഴിയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഈ 27 മെമ്പർ കൺട്രീസിൽ പീസ് പ്രൊമോട്ട് ചെയ്യുക, യൂണിറ്റി പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ കോപ്പറേഷൻ കൊണ്ടുവരിക എന്നിവയാണ്. യൂറോ കോമൺ കറൻസി യൂസ്ഡ് ബൈ 20 മെമ്പർ കൺട്രീസ്. ഇതിൽ 27 കൺട്രീസിൽ 20 മെമ്പർ കൺട്രീസ് യൂറോപ്യൻ യൂണിയൻ്റെ കോമൺ കറൻസിയായ യൂറോ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ബ്രസീൽസ് ആൻഡ് ബെൽജിയമാണ്. ഓസ്ട്രിയ, ബെൽജിയം, ബൾഗേറിയ, കൊറേഷ്യ തുടങ്ങി 27 കൺട്രീസാണ് അതിൻ്റെ മെമ്പർ കൺട്രീസ് എന്ന് പറയുന്നത്. ഇതിൽ അവസാനമായി മെമ്പറായി ചേർന്നിട്ടുള്ളത് കൊറേഷ്യയാണ്. 2023 23 ഇത് യൂറോ യൂസ് ചെയ്യാൻ തുടങ്ങി. 2030 ജൂലൈ 1 ഇത് മെമ്പർ കൺട്രി ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. പോസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ് യൂറോപ്പ് ഡിവാസ്റ്റേറ്റഡ് ബൈ വാർസ് ആൻഡ് നാഷണലിസം. വേൾഡ് വാർ സെക്കൻഡിന് ശേഷം യൂറോപ്പിലൊക്കെ എക്സ്ട്രീം ആയിട്ടുള്ള നാഷണലിസം അതുപോലെ വാർസൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ പീസ്, കോപ്പറേഷൻ, യൂണിറ്റി ഒന്നും തന്നെ നിലനിന്നിട്ടുണ്ടായിരുന്നില്ല. 1946 വിൻസ്റ്റൺ ചർച്ചിൽ കോൾഡ് ഫോർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് യൂറോപ്പ്. 1946 സുറിച്ചിൽ, അതായത് സ്വിറ്റ്സർലൻഡിൽ നടന്ന ഒരു സ്പീച്ചിൽ വിൻസ്റ്റൺ ചർച്ചിൽ ആദ്യമായി ഇങ്ങനെ ഒരു ടേം അവതരിപ്പിച്ചു. യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് യൂറോപ്പ്, സ്റ്റേറ്റിനൊക്കെ കേന്ദ്രീകരിച്ചും കണ്ട് ഒരു യൂണിയനോ ആക്കുക എന്നുള്ള ഒരു ടേം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെന്നാണ് യൂറോപ്യൻ യൂണിയൻ എന്ന ആശയത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇൻ്റഗ്രേഷൻ സീസസ് എ വേ ടു എൻഷുർ ലാസ്റ്റിംഗ് പീസ് ആൻഡ് റീബിൽഡ് എക്കോണമി. ഇങ്ങനൊരു ഇൻ്റഗ്രേഷനിലൂടെ മാത്രമേ നമുക്ക് പീസും അതുപോലെ നമ്മളെ എക്കോണമിനെ റീബിൽഡ് ചെയ്യാന്നുള്ളതും അദ്ദേഹം ഇതിൽ ഉണർത്തിയിട്ടുണ്ടായിരുന്നു. ഏർലി കമ്മ്യൂണിറ്റീസ്, ECSC, യൂറോപ്യൻ കോൾ ആൻഡ് സ്റ്റീൽ കമ്മ്യൂണിറ്റി 1951, ട്രീറ്റി ഓഫ് പാരീസ്, കോമൺ മാർക്കറ്റ് ഫോർ കോൾ ആൻഡ് സ്റ്റീൽ, അതായത് സ്റ്റീലിനും കോളിനും വേണ്ടിയുള്ള കോമൺ മാർക്കറ്റ് എന്നൊരു ലക്ഷ്യത്തോടു കൂടി ഉണ്ടാക്കിയതാണിത്. ബെൽജിയം, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ലക്സംബർഗ്, നെതർലൻഡ് ഇവയാണ് ഇതിൽ പങ്കെടുത്ത രാജ്യങ്ങൾ. ഈ ട്രീറ്റി ഓഫ് പാരീസിൽ. അടുത്ത യുറാറ്റം, യൂറോപ്യൻ ആറ്റോമിക് എനർജി കമ്മ്യൂണിറ്റി 1957 ട്രീറ്റി ഓഫ് റോം, സ്പെഷ്യലിസ്റ്റ് മാർക്കറ്റ് ഫോർ ന്യൂക്ലിയർ എനർജി, ന്യൂക്ലിയർ എനർജിക്ക് വേണ്ടിയുള്ള സ്പെഷ്യലിസ്റ്റ് മാർക്കറ്റ് എന്ന ലക്ഷ്യത്തോടു കൂടി ഉണ്ടായതാണ്. EEC, യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി 1957 ട്രീറ്റി ഓഫ് റോമിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. കോമൺ മാർക്കറ്റ് പ്ലസ് കസ്റ്റംസ് യൂണിയൻ. അപ്പോൾ ഇതിൽ ട്രേഡ് ബാരിയേഴ്സൊക്കെ എലിമിനേറ്റ് ചെയ്യാന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇതിനുണ്ടായിരുന്നു. 1965 മെർജർ ട്രീറ്റി ക്രിയേറ്റഡ് യൂറോപ്യൻ കമ്മ്യൂണിറ്റീസ്. മേജർ ട്രീറ്റീസ്. സിംഗിൾ യൂറോപ്യൻ ആക്ട് 1986 ബേസിസ് ഫോർ സിംഗിൾ മാർക്കറ്റ്. ഇറ്റ് മെയിൻ ഗോൾ വാസ് ടു ക്രിയേറ്റ് ദ സിംഗിൾ മാർക്കറ്റ്, എ മാർക്കറ്റ് വിത്തൗട്ട് ഇൻറ്റേർണൽ ബോർഡേഴ്സ് ഇല്ലാതെ ഒരു സിംഗിൾ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ലക്ഷ്യത്തോടു കൂടി വന്നതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്, സർവീസസ്, ക്യാപിറ്റൽ ആൻഡ് പീപ്പിൾ അക്രോസ് മെമ്പർ സ്റ്റേറ്റ്. ഈ മെമ്പർ സ്റ്റേറ്റിൻ്റെ ഇടയിൽ പീപ്പിളിനും ക്യാപിറ്റൽ, ഗുഡ്സ്, സർവീസസ് എല്ലാം ഫ്രീ ആയിട്ട് മൂവ്മെൻറ്റ് ചെയ്യാനുള്ളൊരു ട്രീറ്റി ആയിരുന്നു ഇത്. മാസ്ട്രിച്ച് ട്രീറ്റി 1993 എസ്റ്റാബ്ലിഷ്ഡ് യൂറോപ്യൻ യൂണിയൻ, ഇൻട്രൊഡ്യൂസ്ഡ് യൂറോ. അതായത് 1993 മാസ്ട്രിച്ച് ട്രീറ്റി വഴിയാണ് യൂറോപ്യൻ യൂണിയൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ യൂറോ ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഈ ട്രീറ്റി വഴിയാണ്. ഇത് ട്രീറ്റി ഓഫ് യൂറോപ്യൻ യൂണിയൻ, അതായത് TU എന്ന ഇതിലും അറിയപ്പെടുന്നുണ്ട്. അടുത്തത് ആംസ്റ്റർഡാം ട്രീറ്റി 1997 സ്ട്രെങ്തൻ യൂറോപ്യൻ പാർലമെൻറ്റ് പവേഴ്സ്.
യൂറോപ്യൻ പാർലമെൻറ്റ് പവേഴ്സ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി കണ്ടാണ് 1997 ആംസ്റ്റർഡാം ട്രീറ്റി. ഹ്യൂമൻ റൈറ്റ്സ്, എംപ്ലോയ്മെൻറ്റ് ആൻഡ് സിറ്റിസൺസ് റൈറ്റ്സ് ഒക്കെ ഇത് എൻഷുർ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തത് ലിസ്ബൺ ട്രീറ്റി 2007. റിഫോംഡ് യൂറോപ്യൻ യൂണിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മേഡ് യൂറോപ്യൻ യൂണിയൻ മോർ ഡെമോക്രാറ്റിക്. അതായത് 2007 ഈ ലിസ്ബൺ ട്രീറ്റിയാണ് യൂറോപ്യൻ യൂണിയന് കൂടുതൽ ഡെമോക്രാറ്റിക് ആക്കി മാറ്റിയിട്ടുള്ളത്. ഗോൾസ് ഓഫ് ദി യൂറോപ്യൻ യൂണിയൻ: പീസ് ആൻഡ് സ്റ്റെബിലിറ്റി അക്രോസ് യൂറോപ്പ്. യൂറോപ്യൻ കൺട്രീസിലൊക്കെ പീസ്, സ്റ്റെബിലിറ്റി ഒക്കെ നിലനിർത്തിക്കൊണ്ടുപോകും. ഫ്രീഡം, സെക്യൂരിറ്റി ആൻഡ് ജസ്റ്റിസ് വിത്തൗട്ട് ഇൻറ്റേർണൽ ബോർഡേഴ്സ്. ഇൻറ്റേർണൽ ബോർഡേഴ്സ് ഇല്ലാതെ തന്നെ ഫ്രീഡം, സെക്യൂരിറ്റി, ജസ്റ്റിസ് എന്നിവ ഉറപ്പാക്കുക. സസ്റ്റൈനബിൾ ഗ്രോത്ത് വിത്ത് പ്രൈസ് സ്റ്റെബിലിറ്റി ആൻഡ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. സസ്റ്റൈനബിൾ ഗ്രോത്തിൻ്റെ കൂടെ തന്നെ പ്രൈസ് സ്റ്റെബിലിറ്റിയും ഫുൾ എംപ്ലോയ്മെൻറ്റും ഉറപ്പാക്കുക. കോംബാറ്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ. യൂറോപ്യൻ യൂണിയൻ സ്റ്റാൻഡ്സ് ഫോർ ഈക്വാലിറ്റി ബൈ ഫൈറ്റിംഗ് എഗെയിൻസ്റ്റ് റേസിസം, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആൻഡ് സോഷ്യൽ എക്സ്ക്ലൂഷൻ. അതായത് നമ്മുടെ യൂറോപ്യൻ യൂണിയൻ കൺട്രീസിലൊക്കെ നിലനിൽക്കുന്ന വംശീയത, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, സോഷ്യൽ എക്സ്ക്ലൂഷനൊക്കെ അതിനെതിരെയൊക്കെ കോമ്പാറ്റ് ചെയ്യുക. പിന്നെ സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ പ്രോഗ്രസ്. സയൻറ്റിഫിക് ആയിട്ടുള്ള ടെക്നോളജിക്കൽ പ്രോഗ്രസ്സൊക്കെ ഇമ്പ്രൂവ് ചെയ്യുക. സോഷ്യൽ ആൻഡ് ടെറിട്ടറിയൽ കൊഹിഷൻ എമംഗ് മെമ്പർ സ്റ്റേറ്റ്സ്. അതായത് ഇത് പറയണത് എന്താ വെച്ചാൽ നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന റിച്ച് ആൻഡ് പുവർ ഗ്യാപ്പ് കുറക്കുക. അതിനുവേണ്ടി ഫണ്ടൊക്കെ പ്രൊവൈഡ് ചെയ്യാം. അടുത്തത് റെസ്പെക്ട് കൾച്ചർ ആൻഡ് ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി. കൾച്ചറിനെ അതുപോലെ ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റിനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഓരോ പ്രോഗ്രാമൊക്കെ പ്രൊവൈഡ് ചെയ്യാം. അടുത്തത് എക്കണോമിക് ആൻഡ് മോണിറ്ററി യൂണിയൻ വിത്ത് യൂറോയിട്ട് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എക്കണോമിക് മോണിറ്ററി യൂണിയന് കൊണ്ടുവരിക. അടുത്തത് കീ ഇൻസ്റ്റിറ്റ്യൂഷനാണ് യൂറോപ്യൻ പാർലമെൻറ്റ്. ഡയറക്റ്റ്ലി എലക്റ്റഡ് ആൻഡ് റെപ്രസെൻറ്റ് സിറ്റിസൺസ്. ഡയറക്റ്റ്ലി എലക്റ്റ് ചെയ്യണതാണ്, സിറ്റിസൺസിനെ റെപ്രസെൻറ്റ് ചെയ്യണതാണ്. അത് ലാസ്റ്റ് വന്നത് റോബർട്ട മെസ്റ്റോള എന്ന ആളാണ്. ഇപ്പം നിലവിൽ അതിൻ്റെ പ്രസിഡൻ്റായിട്ട് നിലനിൽക്കുന്നത്. പിന്നെ യൂറോപ്യൻ കൗൺസിൽ ഹെഡ് ഓഫ് സ്റ്റേറ്റ് സെറ്റ്സ് പൊളിറ്റിക്കൽ ഡയറക്ഷന് സെറ്റ് ചെയ്യുന്നതാണ്. സ്റ്റേറ്റിൻ്റെ ഹെഡായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഇത് ആൻ്റോണിയോ കോസ്റ്റ എന്ന ആളാണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത്, ഹെഡായിട്ട് നിലനിൽക്കുന്നത്. അടുത്തത് യൂറോപ്യൻ കമ്മീഷൻ. എക്സിക്യൂട്ടീവ് ബോഡി പ്രൊപ്പോസസ് ലോയൊക്കെ പ്രൊപ്പോസ് ചെയ്യുക. അതുപോലെ എക്സിക്യൂട്ടീവ് ബോഡി ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് യൂറോപ്യൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അടുത്തത് യൂറോപ്യൻ കോർട്ട് ഓഫ് ജസ്റ്റിസ്. എൻഷുർ EU ലോസ് ഈസ് ഫോളോഡ്. EU ലോസ് മെമ്പർ സ്റ്റേറ്റൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതാണ് ഇതിൻ്റെ ഡ്യൂട്ടി. യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് കൺട്രോൾസ് യൂറോ ആൻഡ് മോണിറ്ററി പോളിസി. ഇത് മോണിറ്ററി പോളിസി കൺട്രോൾ ചെയ്യുന്ന, അതുപോലെ യൂറോയും കൺട്രോൾ ചെയ്ത് നിലനിൽക്കുക എന്നാണ് ഇതിൻ്റെ മെയിൻ മോട്ടീവ്. യൂറോപ്യൻ യൂണിയൻ സിംഗിൾ മാർക്കറ്റ്, ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്, സർവീസസ്, പീപ്പിൾ ആൻഡ് ക്യാപിറ്റൽ. ഈ മെമ്പർ കൺട്രീസിൻ്റെ ഇടയിലൊക്കെ ക്യാപിറ്റൽ, പീപ്പിൾ, സർവീസസ്, ഗുഡ്സിനൊക്കെ ഫ്രീ ആയിട്ട് മൂവ്മെൻറ്റ് ചെയ്യാനുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, സിംഗിൾ മാർക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോമൺ ട്രേഡ് പോളിസി വിത്ത് റെസ്റ്റ് ഓഫ് ദ വേൾഡ്. അതായത് വേൾഡ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു കോമൺ ട്രേഡ് പോളിസി ആയതുകൊണ്ട് പ്രവർത്തിക്കുക. എന്നിട്ട് ട്രേഡിനുള്ള പല തീരുമാനങ്ങൾ എടുക്കുക എന്നാണ് കോമൺ ട്രേഡ് പോളിസി വിത്ത് റെസ്റ്റ് ഓഫ് ദ വേൾഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കോമൺ അഗ്രികൾച്ചർ ആൻഡ് ഫിഷറീസ് പോളിസി. അതുപോലെ ഫാമേഴ്സിനെയും ഈ ഫിഷറീസിനെയൊക്കെ സസ്റ്റൈനബിലിറ്റി ഒക്കെ ഉറപ്പാക്കുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റീജിയണൽ ഡെവലപ്മെൻറ്റ് ഫണ്ടിങ് വീക്കർ എക്കണോമിക്സ്. റീജിയണൽ ഡെവലപ്മെൻറ്റ് ഉയർത്തുക, അതുപോലെ വീക്കർ എക്കണോമിക്സിന് വേണ്ടി ഫണ്ട് നൽകിക്കൊണ്ട് അവരെ മുൻപന്തിയിലെത്തിക്കുക എന്നാണ് ഇത്. ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ആൻഡ് ഡിസാസ്റ്റർ റിലീഫ്. അതായത് ലോകത്തിൽ മൊത്തത്തിലായിട്ട് ഒരു ഹ്യൂമാനിറ്റേറിയൻ എയ്ഡായിട്ടും ഡിസാസ്റ്റർ റിലീഫായിട്ടും പ്രവർത്തിക്കുക. ഫോറിൻ ആൻഡ് സെക്യൂരിറ്റി പോളിസി കോർഡിനേഷൻ നിലനിർത്തുക.
ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 1973 എൻലാർജ്മെൻറ്റ് ഓഫ് UK, ഡെൻമാർക്ക്, അയർലൻഡ് ജോയിൻറ്റ്. UK, ഡെൻമാർക്കും അയർലൻഡൊക്കെ ജോയിൻ ചെയ്തു 1973. 1981 ആൻഡ് 1986 ഗ്രീസ്, പോർച്ചുഗൽ ആൻഡ് സ്പെയിൻ ജോയിൻറ്റ്. 2002 യൂറോ കറൻസി ലോഞ്ച്ഡ്. 2008 ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഹിറ്റ് യൂറോസോൺ. 2016 ബ്രെക്സിറ്റ് റെഫറൻഡം, UK വോട്ടഡ് ടു ലീവ് യൂറോപ്യൻ യൂണിയൻ. അതായത് ബ്രെക്സിറ്റ് പറഞ്ഞ ഒരു പ്രധാന സംഭവമാണ്. യൂറോപ്യൻ യൂണിയനിൽ ബ്രിട്ടന് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ലീവ് ചെയ്തു. 2020 ഒഫീഷ്യൽ വിഡ്രോവൽ ഓഫ് UK. അടുത്തൊരു സുപ്രധാന സംഭവമാണ് യൂറോപ്യൻ യൂണിയനിലെ യൂറോ ക്രൈസിസ്. 2008 to 2012 വരെ അത് നിലനിന്നിട്ടുണ്ട്. ഹൈ ഡെപ്റ്റ് ഇൻ ഗ്രീസ്, അയർലൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ. ഗ്രീസ്, അയർലൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ എന്നീ മെമ്പർ കൺട്രീസിൻ്റെ ഇടയിൽ ഹൈ ഡെപ്റ്റ് നിലനിന്നു. ബൈലൂട്ട്സ് ഓഫ് ബൈ യൂറോപ്യൻ യൂണിയൻ, IMF. യൂറോപ്യൻ യൂണിയനും IMF ഇതിനു വേണ്ടിയാണ് അവർക്ക് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓസ്റ്ററിറ്റി മെഷേഴ്സ് കോസ്റ്റ് പ്രൊട്ടസ്റ്റ്. ഇതിൽ ടാക്സൊക്കെ ഇൻക്രീസ് ചെയ്തു. പിന്നെ അതുപോലെ അവിടെ എക്സ്പെൻസൊക്കെ കുറച്ചും കണ്ടാണ് ഇത് മാറ്റിയിട്ടുണ്ടായിരുന്നത്. ടു ക്വസ്റ്റ്യൻസ് അബൌട്ട് യൂറോസോൺ സ്റ്റെബിലിറ്റി. ഇത് യൂറോസോണിൻ്റെ സ്റ്റെബിലിറ്റിനെ ചോദ്യം ചെയ്തു. കാരണം എന്താ വെച്ചാൽ ഈ യൂറോപ്യൻ യൂണിയൻ കൺട്രീസിൽ മാത്രം നിലനിൽക്കുന്ന ഒരു കറൻസിയാണ് യൂറോ. അപ്പോൾ അതിൻ്റെ നിലനിൽപ്പിനെ തന്നെ ഇത് ചോദ്യം ചെയ്യാൻ കാരണമായി. ബ്രെക്സിറ്റ് പറഞ്ഞ അടുത്ത പ്രധാനപ്പെട്ട സംഭവമാണ്. 2016 റെഫറൻഡം 51.9% വോട്ടഡ് ടു ലീവ് യൂറോപ്യൻ യൂണിയൻ. അതായത് 2016 യൂറോപ്യൻ യൂണിയനിൽ നിന്ന് 51.9% ആൾക്കാരും വിഡ്രോ ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ വോട്ടെടുപ്പുണ്ടായി. റീസൺസ് എന്ന് പറഞ്ഞാൽ ഇമ്മിഗ്രേഷൻ, സോവറിറ്റി, ട്രേഡ് പോളിസി കൺട്രോളൊക്കെ ആയിരുന്നു. UK ഒഫീഷ്യലി ലെഫ്റ്റ് ഇൻ ജനുവരി 2020. 2020 UK അതിന് ലെഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഫാക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് യൂറോപ്യൻ യൂണിയൻ ലോസ്റ്റ് എ മേജർ എക്കോണമി. യൂറോപ്യൻ യൂണിയന് UK പോലുള്ള ഒരു വലിയൊരു രാജ്യത്തെ ഒരു മേജർ എക്കോണമിനെ നഷ്ടമായി. UK ലോസ്റ്റ് അസസൻസ് ടു സിംഗിൾ മാർക്കറ്റ്. UKക്കാണെങ്കിൽ ഒരു സിംഗിൾ മാർക്കറ്റായ യൂറോപ്യൻ യൂണിയന് നഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇറ്റ് ആൾസോ ക്രിയേറ്റഡ് ചലഞ്ചസ് ലൈക്ക് ദ നോർത്തേൺ അയർലൻഡ് ബോർഡർ ഇഷ്യൂ. നോർത്തേൺ അയർലൻഡ് ബോർഡർ ഇഷ്യൂ ഇതിന് ശേഷം ക്രിയേറ്റ് ചെയ്ത ഒരു ചലഞ്ചാണ്. അടുത്തത് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ ആൻഡ് ഇന്ത്യസ് റിലേഷൻസ്. യൂറോപ്യൻ യൂണിയൻ പറഞ്ഞാൽ ഇന്ത്യസ് ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണറാണ്. 2017 യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ സമ്മിറ്റ് ഫോക്കസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. അവർ രണ്ടുപേരും ഒരുമിച്ച് നിന്നുകൊണ്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിന് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2017 ട്രേഡ് വേർത്ത് പറഞ്ഞാൽ ഏകദേശം 85 ബില്യൺ പൗണ്ടായിരുന്നു. ഇത് ഇന്ത്യയുടെ ടോട്ടൽ ട്രേഡിൻ്റെ 30.1% ആയിരുന്നു. ഇവർ അല്ലാതെ കോപ്പറേഷൻ ചെയ്തിട്ടുള്ള ചില മേഖലകളാണ് ക്ലൈമറ്റ് ചേഞ്ച്, സയൻസ് ആൻഡ് ടെക്നോളജി, കൗണ്ടർ ടെററിസം, എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചർ. പിന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ചില കാര്യങ്ങളും കൂടിയുണ്ട്. അതായത് 2000 ഈ കറൻറ്റ് ടൈമിൽ അവരുടെ ട്രേഡ് കാര്യങ്ങളും. അതായത് 2023 യൂറോപ്യൻ യൂണിയൻ ഇന്ത്യസ് ഗുഡ്സ് ട്രേഡ് സ്റ്റുഡ് അബൌട്ട് 124 ബില്യൺ pound or roughly 12.2% ഓഫ് ഇന്ത്യസ് ടോട്ടൽ ട്രേഡ്. അതായത് 124 ബില്യൺ പൗണ്ടായിരുന്നു ഏകദേശം ടോട്ടൽ ട്രേഡ് എന്ന് പറഞ്ഞത്. അത് ഇന്ത്യയുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡ് സർവീസസ് റീച്ച്ഡ് അബൌട്ട് 59.7 ബില്യൺസ് ഇൻ 2023. 2023 ഏകദേശം 59.7% വരെ എത്തിയിട്ടുണ്ടായിരുന്നു ഇവരുടെ ട്രേഡ് സർവീസസ് എന്ന്. ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, യൂറോപ്യൻ യൂണിയൻ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്ക് ഇൻ ഇന്ത്യസ് വാസ് അബൌട്ട് 146.1 ബില്യൺ പൗണ്ട് ഇൻ 2023. 2023 146.1 ബില്യൺ പൗണ്ടായിരുന്നു 2023 ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ദർ ആർ അബൌട്ട് 60+ യൂറോപ്യൻ യൂണിയൻ കമ്പനീസ് സ്പ്രെഡിങ് ഇന്ത്യ. അതായത് ഇന്ത്യയിൽ മൊത്തത്തിൽ 6000-ൽ പരം
യൂറോപ്യൻ യൂണിയൻ്റെ കമ്പനികൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. 2025 ദ യൂറോപ്യൻ യൂണിയൻ എൻ്റർ കോളേജ് ഓഫ് കമ്മീഷൻ വിസിറ്റഡ് ന്യൂഡൽഹി. അതായത് യൂറോപ്യൻ യൂണിയൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 2025 ഫെബ്രുവരിയിൽ ന്യൂഡൽഹി യൂറോപ്യൻ യൂണിയൻ മെമ്പേഴ്സ് സന്ദർശിക്കുന്നത്. അടുത്ത പറഞ്ഞാൽ ഇൻ ജൂൺ 2025 ദ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യസ് അഗ്രി ടു ഇൻറ്റൻസിറ്റി ട്രിലാറ്ററൽ കോപ്പറേഷൻ വിത്ത് തേർഡ് കൺട്രീസ്. അതായത് 2025 ജൂണിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് നിന്നുകൊണ്ട് മറ്റു രാജ്യങ്ങളോട് ഉള്ള ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പ്രവർത്തിക്കാൻ വേണ്ടിയുള്ളൊരു എഗ്രിമെൻറ്റ്. അടുത്തെന്ന് പറഞ്ഞാൽ ഇൻ ഒക്ടോബർ 2025 യൂറോപ്യൻ യൂണിയൻ കൗൺസിൽ അപ്രൂവ്ഡ് ദ ന്യൂ സ്ട്രാറ്റജി യൂറോപ്യൻ യൂണിയൻസ് ഇന്ത്യ അജണ്ട. യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ അജണ്ട എന്നൊരു സ്ട്രാറ്റജി തന്നെ ഒക്ടോബർ 2025 ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഭാവിയിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തിക്കും എന്നുള്ളൊരു നിഗമനത്തോടു കൂടിയാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ on the negotiations towards a free trade agreements FTA have been given a target to wrap up by end of 2025. 2025 അവസാനത്തോടു കൂടി FTA ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യുന്നുള്ള ഒരു ഇതിലാണ് അവർ എത്തിയിട്ടുണ്ടായിരുന്നത്. ചലഞ്ചസ് ആൻഡ് റിഫോംസ്, എക്കണോമിക് ഇഷ്യൂസ്, യൂറോസോൺ ഡെബ്റ്റ് ക്രൈസിസ്, അൺഎംപ്ലോയ്മെൻറ്റ്. എക്കണോമിക്കായിട്ട് ഇഷ്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറോസോൺ ഡെബ്റ്റ് ക്രൈസിസ്, അൺഎംപ്ലോയ്മെൻറ്റ് തുടങ്ങിയവയാണ്. മൈഗ്രേഷൻ ആൻഡ് റെഫ്യൂജീസ്, പ്രഷർ ഓഫ് ബോർഡേഴ്സ് എന്നുള്ള പ്രഷർ, അതുപോലെ സോഷ്യലായിട്ടുള്ള ടെൻഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് കോൺഫ്ലിക്ട്സ് ഇൻ ദ മിഡിൽ ഈസ്റ്റ് ആൻഡ് ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലെ കോൺഫ്ലിക്ട്സൊക്കെ ഇതിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. നാഷണലിസം, റൈസ് ഓഫ് ആൻറ്റി യൂറോപ്യൻ പാർട്ടീസ് ഇൻ മെമ്പർ സ്റ്റേറ്റ് കൺട്രിയിലുള്ള ആൻറ്റി യൂറോപ്യൻ പാർട്ടീസൊക്കെ യൂറോപ്യൻ യൂണിയനെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങി. അവരുടെ നാഷണലിസം ഉയർത്തിക്കൊണ്ടുവരാൻ തുടങ്ങി. ബ്രെക്സിറ്റ്, റെഡ്യൂസ്ഡ് യൂറോപ്യൻ യൂണിയൻസ് ഗ്ലോബൽ ഇൻഫ്ലുവൻസ്. അതായത് ബ്രിട്ടന് എക്സിറ്റ് ആയത് യൂറോപ്യൻ യൂണിയൻ്റെ ഒരു വലിയ ചലഞ്ച് തന്നെയായിരുന്നു. ഗ്ലോബൽ കോമ്പറ്റീഷൻ, സ്ട്രഗ്ലിംഗ് ടു കോമ്പീറ്റ് വിത്ത് USA, ചൈന ഇൻ ടെക്നോളജി ആൻഡ് ഡിഫെൻസ്. USA ചൈനയിലൊക്കെ ഉള്ള ടെക്നോളജി ഡിഫെൻസിൻ്റെ ഒപ്പം എത്താൻ യൂറോപ്യൻ യൂണിയന് ഭയങ്കര ചലഞ്ചായി നേരിട്ട് കൊണ്ടിരിക്കുന്നു. കൺക്ലൂഡ്, യൂറോപ്യൻ യൂണിയൻ ഈസ് എ യുണീക്ക് റീജിയണൽ ഓർഗനൈസേഷൻ ദാറ്റ് പ്രൊമോട്ട്സ് പീസ്, എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഫ്രീ മൂവ്മെൻറ്റ് എമംഗ് ഇറ്റ്സ് മെമ്പർ കൺട്രീസ്. Despite facing challenges, it remains a successful example of how countries can work together for മ്യൂച്വൽ ഗ്രോത്ത് ആൻഡ് സ്റ്റെബിലിറ്റി. ഒരു മ്യൂച്വൽ ഗ്രോത്തിനും സ്റ്റെബിലിറ്റിക്കും വേണ്ടിങ്ങാണ്ട് എങ്ങനെ രാജ്യങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാം എന്നുള്ളതിന് ഒരു മെയിൻ എക്സാമ്പിളാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. താങ്ക് യു.